നമസ്കാരം കേട്ടാ. നമ്മുടെ തിരുവല്ലയിലെ സ്പായിൽ അതിക്രൂര പീഡനത്തിനിരയായ സഹോദരിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കിന്ന് വീഡിയോ ആരംഭിക്കാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായ അതിക്രൂരമായ പീഡനമാണ് ആ അതിജീവിതയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ കേരളം തല കുനിച്ചേ മതിയാവൂ. മലയാളികൾക്കും കേരളത്തിനും ഒന്നടങ്കം അപമാനകരമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കാത്തത്? എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡനമോ അല്ലെങ്കിൽ അക്രമങ്ങളോ നടക്കുമ്പോൾ മാത്രമേ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. എന്താണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇതിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, താങ്കളാണല്ലോ ഈ ആഭ്യന്തരം കൈയാളുന്നത്. താങ്കൾ ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് താങ്കൾ ഇവിടെ ഭരിക്കുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് അധികമായിട്ട് 4500ഓളം പീഡനങ്ങൾ, 4500-ലധികം പീഡനങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ പീഡനത്തിനിരയായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിലുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെയാണ് ഇതെടുത്ത് കാണിക്കുന്നത്. നിങ്ങളെപ്പോഴും നാടിനെ കുറിച്ച് പറയുമല്ലോ, നമ്മുടെ നാട് എന്താണ് 1-ാം നമ്പറാണെന്നൊക്കെ പറയുമല്ലോ. നമ്മുടെ നാട് 1-ാം നമ്പറാണ്. പക്ഷെ എന്ത് കാര്യത്തിലാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുവല്ല UP-യിലെങ്ങനും ആയിരുന്നെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഇവിടുത്തെ ഇടത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇവിടെ അങ്ങ് കൊട്ടിഘോഷിച്ചൊരു വലിയ വാർത്തയാക്കി അങ്ങ് മാറ്റിയേനെ. ഇതിപ്പോൾ കേരളത്തിലായതുകൊണ്ട് ഇവിടെ സാഹിത്യകാരന്മാരാരും മിണ്ടുന്നില്ല. നായകന്മാർ ആരും മിണ്ടുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കാനില്ല. ഇപ്പം ഇവരൊക്കെ അവസരോചിതമായി ഇടപെടുന്നവരാണ്. ഇവർക്കൊക്കെ ഉള്ളിലൊരു രാഷ്ട്രീയമുണ്ട്. ഇരയാക്കപ്പെടുന്നവരുടെ രാഷ്ട്രീയമോ മതമോ നോക്കിയാണോ പ്രതികരിക്കേണ്ടത്? ഇവിടെ പലതും അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇത് ശരിയായ രീതിയല്ല, ശരിയായ പ്രവണതയല്ല. എന്തായാലും ആഭ്യന്തര വകുപ്പ് പൊളി തന്നെ. ഇതങ്ങ് വല്ല UP-യിലെങ്ങനും ആയിരുന്നെങ്കിലേ കഴിഞ്ഞു. അമേരിക്ക എന്ന രാജ്യത്തിലെ 30 കോടി ജനങ്ങളുടെ അതേ ജനസംഖ്യയാണ് UP-യിലുള്ളതെന്ന് ഓർക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്, ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അവിടെ വെടിപ്പാക്കി മൊത്തം ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. എന്തൊക്കെ ആവട്ടെ, വ്യാജ ഏറ്റുമുട്ടലുണ്ടാക്കി, അങ്ങനെയൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ക്രിമിനലുകളെ അമർച്ച ചെയ്യാൻ UP-യിലെ യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു ഭരണകൂടം കേരളത്തിലും വരേണ്ടത് അതിക്രമിക്കുന്നത് അവരുൾപ്പെട്ട കേസുകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പോലീസിനെ വച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അതിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടിയല്ല നമുക്ക് വേണ്ടത്. മത തീവ്രവാദികളെ കൂട്ടുപിടിച്ച് വോട്ട് ചോദിക്കുന്ന, അധികാരത്തിൽ വരാൻ മോഹിക്കുന്ന, അധികാരം മാത്രം മോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടികളെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് വേണ്ടത്.